പ്രിയപ്പെട്ട കൂട്ടുകാരെ, മലയാണ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി ആദ്യ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമാണ്. മഹാകവി കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചണ്ഡാല ഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുൻപാണ്. പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി. സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതംഗിയെ കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം. സുഹൃതഹാരങ്ങൾ. തോമ തേടും തൻ പാളകിണറ്റിലിട്ടോമൽ കയ്യാൽ കയറുവലിച്ചുടൻ കോമളാങ്കി നീർക്കോരി നിന്നിടിനാൾ. ശ്രീമാനഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ചാൽ, ദാഹിക്കുന്നോ ഭഗിനേ കൃപാരസമോഹനം കുളിർത്തണ്ണീരിതാശു നീ ഓമലേ തരൂത്തെല്ലെന്നതു കേട്ടൊരാ മനോഹരിയമ്പരന്നോതിനാൾ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങിയാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമേലരുതേ, ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ഡാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൾ ഭിക്ഷുവേറ്റം വിലക്ഷനായി, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവാച്ചറ്റു വിടർത്തവൾ. പാരം വിസ്മയമാർന്നു വിസ്പാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. ചോരച്ചെന്തളിരഞ്ചു മരുണാംശുപൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി പുണ്യശാലിനി, നീ പകർന്നിടുമിത്തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം. കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.